ഇന്നത്തെ നമ്മുടെ വെണ്ടക്ക കൊണ്ടുള്ള ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം വെണ്ടയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടല്ല, ചെറിയൊരു കട്ടിയിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു നുള്ളു പെരുംജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ മൈദയാണ് കേട്ടോ. ഈ മൈദയ്ക്ക് പകരം 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി, അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം കേട്ടോ, 1.5 ടീസ്പൂൺ. പിന്നെ ഒരു വലിയ നാരങ്ങയുടെ പകുതിയിൽ നിന്നുള്ള നീര് 1 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. അതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. വെള്ളം അധികമായി പോകരുത്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കണം. അത് മിസ്സായി പോയതാണ് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ. ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് 10 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം വെക്കാം. ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ ആദ്യം കുറച്ച് കറിവേപ്പില ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരാം. കറിവേപ്പില ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി കറിവേപ്പില കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മസാല പുരട്ടി എടുത്തില്ലേ വെണ്ടക്ക, അതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. എന്നാലേ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്പിനെസ്സിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെണ്ടയ്ക്കൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും സൈഡായിട്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.